ദുരിതം മാറണ്ടേ? ദുഃഖം മാറണ്ടേ? വേണോ? എങ്ങനെയാ മാറ്റുക? ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും മനസ്സിൽ നിന്ന് മാറ്റാൻ യുധിഷ്ഠിര ഒരു വഴിയേ ഉള്ളൂ. കൃഷ്ണനെ നിങ്ങൾ ഉപാസിക്കുന്നത് കേവലം ഒരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ നാമം ചൊല്ലിയ മാത്രം പോരാ. രാജ്യഭാരം ഏറ്റെടുക്കേണ്ട യുധിഷ്ഠിരൻ വലിയൊരു വിഷാദത്തിലേക്ക് വീണ് ഉദാസീനനായി ഒട്ടും ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത സന്യസിക്കുക. ഇതൊന്നും വേണ്ട, ഈ രാജ്യം ഭരിക്കുന്നതും ഈ രാജ്യം തൊടുന്നതും മഹാപാപമാണ്. വല്ലാത്തൊരു കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടി. എന്താണ് കുറ്റബോധം എന്നത് മഹാഭാരത യുദ്ധം പഠിക്കുമ്പോഴേ മനസ്സിലാവും. പാണ്ഡവരുടെ ഭാഗത്തു നിന്ന് കൗരവ പ്രധാനികളെ വധിക്കുന്നതെല്ലാം നേരായ ഒരു മാർഗത്തിലായിരുന്നില്ല. ശരിയായ രീതിയിൽ ആരെയും കൊല്ലാൻ പാണ്ഡവർക്ക് പറ്റുകയില്ല. ദ്രോണാചാര്യരെ വധിക്കുമ്പോൾ ദ്രോണാചാര്യരെ കൊല്ലാൻ പാണ്ഡവർക്ക് പറ്റില്ല. യുധിഷ്ഠിരനെ കൊണ്ട് നുണ പറയിപ്പിച്ചു. യുധിഷ്ഠിരോട് പറഞ്ഞു, എന്താ പറയേണ്ടത്? അശ്വത്ഥാമാഹത പറയണ. ഞാൻ പറയില്ല, ഇല്ലാത്തതൊന്നും ഞാൻ പറയില്ല. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ നുണയല്ല. അതേ ആ ചത്ത് കിടക്കുന്ന ആന, യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്ന ആനയുടെ പേരാ പറഞ്ഞത്. അപ്പൊ പിന്നെ അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇത് ദ്രോണാചാര്യർ തെറ്റിദ്ധരിക്കും. അപ്പൊ അദ്ദേഹം മാനസികമായി ഒരു വേദനയിൽ, മകൻ മരിച്ചു എന്നുള്ള ദുഃഖത്തിലാകുമ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിനെ കൊല്ലാം. യുധിഷ്ഠിരൻ കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് തയ്യാറായി. ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ, യുധിഷ്ഠിരൻ തേരിലിരുന്നുകൊണ്ട് അശ്വത്ഥാമാ കുഞ്ചരഹത എന്ന് വിളിച്ചു പറയാണ്. കുഞ്ചര എന്ന് പറഞ്ഞാൽ ആന. ഈ കുഞ്ചര എന്ന് പറയുമ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു വെച്ചാൽ രഥം ഒന്ന് താഴ്ത്തിക്കളഞ്ഞു. അപ്പൊ കുഞ്ചര എന്നുള്ള ശബ്ദം മര്യാദയ്ക്ക് വന്നില്ല. കൃഷ്ണൻ വലിയ കണ്ണിങ്ങ പ്രവർത്തിച്ചത്. ആ കുഞ്ചര എന്നുള്ള വാക്ക് യുധിഷ്ഠിരൻ പറഞ്ഞത് മര്യാദയ്ക്ക് പുറത്തു വരാത്ത വിധത്തിൽ തേരൊന്ന് താഴ്ത്തിക്കളഞ്ഞു. അത് ദ്രോണം കേട്ടതുമില്ല. കുഞ്ചരാന്ന് കഴിഞ്ഞപ്പോഴേക്കും തേര് കറക്റ്റ് ചെയ്തു. ഹദാ അതുകൊണ്ട് പുറത്തു വന്നു. എന്തായി? അശ്വത്ഥാമ കുറു 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 അതാ. ആ കുഞ്ചര എന്നുള്ളത് മാത്രം കേൾക്കാൻ പറ്റാത്ത രീതിയിൽ തേര് ഡിസ്റ്റർബ് ചെയ്തു. കാരണം കൃഷ്ണൻ അറിയാമായിരുന്നു, കുഞ്ചരാന്നും കൂടി കേട്ടു കഴിഞ്ഞാൽ മറ്റാൾ തളരില്ല. ഇതൊരു ചതിപ്രയോഗമാണെന്ന് ആര് മനസ്സിലാക്കും? ദ്രോണരും ആഹാരമാണല്ലോ കഴിക്കുന്നത്. അപ്പൊ ദ്രോണരെ സംബന്ധിച്ച് പെട്ടെന്ന് മനസ്സിലാക്കും, ഇത് പാണ്ഡവന്മാരൊരു ചതിപ്രയോഗം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ആ കുഞ്ചര എന്നുള്ള വാക്ക് വരാൻ കൃഷ്ണൻ അനുവദിച്ചില്ല. ദ്രോണൻ കേട്ടത് അശ്വത്ഥാമ ഹത. തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ചു ദ്രോണൻ. ഒരു നിമിഷ നേരത്തേക്ക് ദ്രോണന്റെ മനസ്സ് നഷ്ടപ്പെട്ടു. ഒരു ഇതികൃത്യാമുടനായി മകൻ. ആ ചിന്ത വരുമ്പോഴേക്കും ദൃഷ്ടദ്യുത്മൻ അമ്പെയ്ത് കളഞ്ഞു. അങ്ങനെയാണ് കൗരവന്മാരുടെ ഗുരുവിനെ, അല്ലെങ്കിൽ പാണ്ഡവ കൗരവ ഗുരുവിനെ, പടനായകനെ വീഴ്ത്തിയത്. ഇതുപോലെ ഭീഷ്മരെ വീഴ്ത്തുന്നത് ശിഖണ്ഡിയെ വെച്ചുകൊണ്ടാണ്. ശിഖണ്ഡി ശരിക്ക് പറഞ്ഞാൽ സ്ത്രീയാണ്. ശിഖണ്ഡി പെണ്ണാണ്. അപ്പൊ അന്നത്തെ കാലത്തൊരു ദുരഭിമാനം ഉണ്ടായിരുന്നു. ക്ഷത്രിയന്മാര് സ്ത്രീകളോട്
പോരാടില്ല. അപ്പം ശിഖണ്ഡിയെ കണ്ടതും പെണ്ണിനെ കണ്ടതും മുഖം തിരിച്ചു. മുഖം തിരിച്ചത് എന്തിനാ വെച്ചാൽ, എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഇത് മുതലെടുത്തു പാണ്ഡവര്. ഈ സമയത്ത് അസ്ത്രവർഷം പുറകിലേക്ക് ചെയ്തു. അത് ക്ഷത്രിയന്മാർക്ക് ചേരാത്ത പണിയാണ്. മുഖാമുഖം യുദ്ധം ചെയ്യേണ്ട ക്ഷത്രിയന്മാര് ഇവിടെ ഭീഷ്മര് ഒന്ന് മുഖം തിരിച്ചപ്പോഴാണ്, ശരീരം തിരിച്ചപ്പോഴാണ്, പുറം തിരിച്ചപ്പോഴാണ്, പുറത്തേക്കാണ് അമ്പെയ്യുന്നത്. അമ്പെയ്തു, പിടുത്തം വിട്ടു. ആ ശരത്തിന് മുകളിലേക്ക് ഭീഷ്മര് മറഞ്ഞു വീണു. അറിയാലോ, കഥ കേട്ടിട്ടില്ലേ? അങ്ങനെ അതൊരു ചതിയായിരുന്നു. ദുശാസനന്റെ മാറുകീറുക, കർണന്റെ രഥചക്രം താഴ്ന്നു കിടക്കുന്ന സമയത്ത് കർണനെ വധിക്കുന്നത്, ദുര്യോധനന്റെ തുടയിൽ അടിച്ചു പൊട്ടിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൗരവ പ്രധാനികളെ ഒന്നും ധാർമ്മിക രീതിയിലല്ല പാണ്ഡവര് കൊന്നത്. യുധിഷ്ഠിരന് ഇതെല്ലാം ഒരു ചിന്തയായി. കാരണം ധർമ്മത്തിലൂന്നി ജീവിച്ച ആളാണ് ആര്? അപ്പൊ അങ്ങനെയുള്ളവർക്കൊരിക്കലും ഒരു അധർമ്മത്തിലൂടെ നേടിയ ഒരു രാജ്യം ഭരിക്കാൻ സാധ്യമല്ല. കാരണം ഇത് കേരളത്തിലെ പൊളിറ്റിക്സ് അല്ല. അങ്ങനെയുള്ളൊരു അധർമ്മത്തിലൂടെയൊന്നും ആരും രാജ്യം ഭരിക്കാൻ അന്നത്തെ കാലത്ത് ആളുകള് തയ്യാറായിരുന്നില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഭാരതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രമുണ്ടെന്ന്. മറ്റത് അച്ഛനെ ജയിലിട്ട്, അല്ലേ, അച്ഛനെ ജയിലിലടച്ച് മറ്റേ ഔറംഗസീബ് രാജ്യം ഭരിച്ച ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ജഹാംഗീറിനൊക്കെ അവസാനം എവിടെ കൊണ്ടുപോയിട്ടത്? ജയിലിൽ കൊണ്ടുപോയിട്ട് ചരിത്രങ്ങളൊക്കെ മുഗളന്മാരിൽ കാണാൻ നിൽക്കുക. ഇവിടെ രാജ്യം കിട്ടിയിട്ടും രാജ്യം വേണ്ട. കാരണം കുറ്റബോധം. ഇപ്പോഴിതാ മറ്റൊരു കുറ്റബോധം കൂടി. കർണൻ മൂത്ത സഹോദരനായിരുന്നു എന്നുള്ളത് യുധിഷ്ഠിരന്റെ മനസ്സിലൂടെ കടന്നുപോയത്. എന്തിനാണ് അമ്മ ഈ രഹസ്യം മറച്ചു വെച്ചത്? അമ്മയ്ക്ക് എന്തുകൊണ്ട് ഇത് പറയാമായിരുന്നില്ല? എന്തിന് ഞങ്ങൾ ജ്യേഷ്ഠനെ കൊന്നു? ഒരുപാട് ചോദ്യങ്ങൾ. കാരണം കർണനെയൊക്കെ വിളിച്ച പേരുകളും കർണനോട് കാണിച്ച കുറെ തെറ്റുകളും, എന്തിന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു? ഇതെന്തിനാ അമ്മ മറച്ചു വെച്ചത്? അമ്മയോട് വെറുപ്പുണ്ടാവൂ? ആ അമ്മയോട് ദേഷ്യമുണ്ടാവൂ? ഇതൊന്നും പറയാത്ത നിങ്ങള് ഉണ്ടാവൂ ഇല്ലയോ? കാരണം ഇത്രയും നിങ്ങളാ മഹാഭാരതം വായിക്കണം, അപ്പോഴേ അറിയുള്ളൂ അതൊക്കെ. മനസ്സിലായില്ലേ? പലപ്പോഴും സൂതപുത്ര എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. എന്തിനു ചെയ്തു? ഈ കുറ്റബോധങ്ങളൊക്കെ വലിയ മനോവിഷമങ്ങളായി, വിഷാദങ്ങളായി യുധിഷ്ഠിരനെ വേട്ടയാടി. ഒരു കാര്യം, ഇതെന്തിനായി പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കണം, പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ പെൺകുട്ടികളൊക്കെ കുറേ മാനസിക പ്രശ്നങ്ങളിലേക്ക് വീണു പോകുന്നതിന് കാരണം ഒരു പ്രധാന കാര്യം പ്രേമം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പൊ അവര് കുറെ ആത്മാർത്ഥതയോടെ പ്രേമിക്കും പലരെയും. ഇതൊരു പക്ഷേ ചതികളായിരിക്കാം. ഒരാൺകുട്ടിയുടെ ഭാഗത്ത് അത്രയും ആത്മാർത്ഥത ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടല്ലോ നിങ്ങൾ പല കേസുകളൊക്കെ. അങ്ങനെ ചതിയിൽപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ചിലവർക്ക് അത്തരം ചതികളെ, വഞ്ചനകളെ ഉൾക്കൊള്ളാനുള്ളൊരു പറയൂ കഴിവുണ്ടാവില്ല. കാരണം താൻ ഇത്രയും ആത്മാർത്ഥത കാണിച്ച് തന്നോട് ഇങ്ങനെ ഒരു പണി പറയൂ ചെയ്തുവല്ലോ എന്നത് ഉണ്ടാവൂല്ലയോ? അപ്പൊ ഇത് തന്നെയാണ് യുധിഷ്ഠിരിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അതായത് ആത്മാർത്ഥതയെ വഞ്ചിച്ച, ആത്മാർത്ഥതയെ ചൂഷണം ചെയ്ത്, ആത്മാർത്ഥത കൊണ്ട് താൻ കടന്നുപോകുന്ന ദുരിതങ്ങള്. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നതാണ്, അല്ലേ? ആണോ? കാരണം അവരുടെയൊക്കെ ഭാഗം കേൾക്കുമ്പോൾ അവർ പറയും, ഞാൻ അത്രയും സത്യസന്ധനായി, അത്രയും സത്യസന്ധതയോടെയാണ് ഞാൻ കാര്യങ്ങൾ നോക്കിയത്, പക്ഷെ എന്നെ പറ്റിച്ചു, എന്നെ ചതിച്ചു, എന്നെ മുതലെടുത്തു, എന്നെ ചൂഷണം ചെയ്തു. കേൾക്കാറില്ല ഇങ്ങനെയൊക്കെ ഉള്ളത്? ഉണ്ടോ ഇല്ലയോ?
അതുകൊണ്ട് യുധിഷ്ഠിരന്റെ കാര്യം നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നു ഇന്നത്തെ പെൺകുട്ടികളെയാണ്. കാരണം യുധിഷ്ഠിരൻ ഇതുപോലെ സത്യസന്ധനായിരുന്നു, അദ്ദേഹത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ട് താൻ ഇങ്ങനെയൊക്കെ ഒരു ചതിയിലൂടെ, താൻ ഇങ്ങനെയൊക്കെ ഒരു അധർമ്മത്തിലൂടെ കടന്നുപോയതിനെ ഉൾക്കൊള്ളാൻ യുധിഷ്ഠിരന് സാധിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കും ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരില്ലേ? ഉണ്ടോ? ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യും, സത്യസന്ധമായിട്ട് വളരെ ട്രസ്റ്റ് ചെയ്തിട്ടാ ചെയ്യാം. അവസാനം പണവും കൊണ്ട് വല്ലവരും പോവും, ചതിയിൽപ്പെടുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിക്കുക നിങ്ങൾ. അതായത് വെറും സത്യസന്ധത മാത്രം പോരാ. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിക്കുമ്പോൾ സത്യസന്ധത വേണം. പക്ഷേ കുരുക്കുകളിൽപ്പെട്ടാൽ, ചതികളിൽപ്പെട്ടാൽ, വഞ്ചനകളിൽപ്പെട്ടാൽ, ചൂഷണങ്ങളിൽപ്പെട്ടാൽ തളരുന്ന മനസ്സിനെ ഉയർത്തിയെടുക്കാനുള്ള ആത്മശക്തിയും വേണം. സമ്മതിക്കുമോ? പറയൂ. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് എന്താ ഇല്ലാത്തത്? ആത്മാർത്ഥതയുണ്ടാകുമായിരിക്കാം, പക്ഷെ ആത്മബലമില്ല. പറയൂ, ശരിയാണോ പറയുന്നത്? ആത്മാർത്ഥതയുണ്ടായിരിക്കാം, പക്ഷെ ഉറക്കെ പറയൂ, ആത്മബലമില്ല. കാരണം ഞാൻ കാണാറുണ്ട് പെൺകുട്ടികള് ഞരമ്പ് മുറിച്ചിട്ടും പെൺകുട്ടികൾ പല പ്രശ്നങ്ങളായിട്ട് പാരന്റ്സ് കൊണ്ടുവരാറുണ്ട്. ഈ കുട്ടികളൊക്കെ പറയുന്ന ഒരു കാര്യം, ഞാൻ അവനെ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, അവനെന്നെ പറ്റിച്ചു. അപ്പൊ ഈ തരത്തിൽ ആത്മാർത്ഥത മാത്രം കൊണ്ടു നടന്നത് കൊണ്ടുള്ള ദുരിതങ്ങൾ അവരനുഭവിക്കുന്നത്. കാരണം അവരത്രമാത്രം അന്ധമായി മറ്റൊരാളെ അങ്ങോട്ട് വിശ്വസിച്ചു പോവുകയാണ്. നിങ്ങളൊക്കെ അല്പാൽപ്പം ഇതിലൊക്കെ പെട്ടുപോയിട്ടുണ്ടാവും. അത് പ്രേമമാവണമെന്നില്ല. പല സാധനങ്ങളും നമ്മൾ അങ്ങനെ വിശ്വസിച്ചിട്ട് അവസാനം ഒന്നിനും കൊള്ളാത്ത സാധനങ്ങളായിരിക്കും, ഇല്ലേ? ആണോ? പലതരത്തിൽ നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹം ഇന്നുണ്ടോ ഇല്ലയോ? പറയൂ. അതല്ലേ ഇപ്പൊ നമ്മുടെയൊക്കെ ഫോണിൽ ഇടക്കാലത്തുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് പല കോളുകളും വരും. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട്സ് കൊടുക്കുക, അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കരുത്, പാസ്വേഡുകൾ കൊടുക്കരുത്, ബാങ്ക് ഡീറ്റെയിൽസ് ഇല്ലേ, പേപ്പർ വരുന്നില്ലേ? ഇതെന്തുകൊണ്ടാണ്? പലതരത്തിലും നിങ്ങളെ പറഞ്ഞു പറ്റിച്ച് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്, ഇത് കിട്ടിയിട്ടുണ്ട്. ചിലരോട് പറയാണ്, നിങ്ങൾക്ക് ഇതാ ഒരു കൊറിയർ വന്ന് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടുണ്ട്, അതിന് കിട്ടണമെങ്കിൽ, അത് കൊറിയർ എടുക്കണമെങ്കിൽ ഇത്ര രൂപ അയച്ചു തരാം. അത് വിശ്വസിച്ച് അയച്ചു കൊടുത്തവരുണ്ട്, ഇല്ലേ? ഉണ്ടോ? ഇങ്ങനെ എത്ര എത്ര ആളുകൾ ഇങ്ങനെ കുരുക്കിൽപ്പെട്ടു പോകുന്നവരുണ്ട്. അപ്പം നമുക്ക് കേവലം ആത്മാർത്ഥത മാത്രം പോരാ. അടുത്ത വരി നിങ്ങൾ പറയണം, അവർക്ക് പറയൂ, ആത്മബലം വേണം. ജീവിതം നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. കാരണം നമ്മൾ ഒരാളെ വിശ്വസിച്ചാലും, ശരി ശ്രദ്ധിക്കൂ, നമ്മൾ ഒരാളെ വിശ്വസിച്ചാലും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഭാഗം ശരിയാണെന്നാണ്. പക്ഷെ പലരുടെയും കാഴ്ചപ്പാടുകൾ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്. അപ്പൊ നിങ്ങളും ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്തിരി കള്ളത്തരില്ല, പറയാൻ പറ്റില്ല. കാര്യം സാധിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഇത്തിരി പുകഴ്ത്തി പറയാറില്ലേ? ചെയ്തിട്ടില്ല എന്ന് പറയാം, ആർക്കെങ്കിലും പറയാൻ പറ്റും? ഞാൻ ചെയ്തിട്ടില്ല, ചെയ്തവരത്തിനുണ്ടാവും, പറയണ്ട, കൈ പൊക്കണ്ട. അപ്പൊ നമ്മൾ കാര്യം നടന്നു കിട്ടിയ മക്കളൊക്കെ അമ്മമാരെയൊക്കെ കാണാം, ഇല്ലേ? ഓ അമ്മ അങ്ങനെയാണ്, അമ്മ അങ്ങനെയാണ്, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പൊക്കി പൊക്കി വെക്കും. അപ്പൊ ചില അമ്മമാർക്ക് മനസ്സിലാവും, എന്ത്, ഇതെന്തോ ഇവന് കാര്യം നടന്നു കിട്ടാനാണെന്ന്. ആണോ? ചില സമയത്ത് ഭർത്താവ് ഉണ്ടാവും, ചില സമയത്ത് ഭാര്യയോട് പറയുന്നു, നോക്ക്, അല്ലെങ്കിൽ നീ ഏത് കാര്യത്തിനും സഹായിക്കാൻ അപ്പം മനസ്സിലാക്കണം, എന്തോ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് ചില്ലറ വേണം. അതാണ് ഈ തരത്തിലൊക്കെ സോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോ കുറെ കഴിഞ്ഞ് കയ്യിലുള്ളതൊക്കെ പോയി കഴിയുമ്പോഴാണ്, തിരിച്ചു ചോദിക്കുമ്പോഴാണ് അവരുടെ തനി സ്വഭാവം നമ്മൾ കാണുക, അല്ലേ? ആണോ? ഈ ഫാമിലി കോർട്ടിലൊക്കെ പോയി നോക്കൂ നിങ്ങൾ, എത്രയോ പൈസയൊക്കെ സ്വർണമൊക്കെ എടുത്ത് മാറ്റി, ഇല്ലേ? കേൾക്കാറില്ലേ? അതൊക്കെ ഇവൻ ഉപയോഗിച്ച് പൈസയില്ല, ജീവിതവും ഇല്ല, ഒന്നുമില്ല, എനിക്ക് എൻ്റെ ആഭരണം തിരിച്ചു കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കൊടുത്ത പൈസ തിരിച്ച് പറയുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ?
എങ്ങനെയാ പൈസയും സ്വർണ്ണമൊക്കെ അവന്റെ കയ്യിൽ കിട്ടിയത്? സോപ്പിട്ട് ആ സോപ്പിൽ ഈ പെണ്ണ് പാവം വീണുപോയി. ഇപ്പൊ പെണ്ണുങ്ങളും മോശമൊന്നല്ല കേട്ടോ, ആണുങ്ങളെ പറ്റിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതറിയോ നിങ്ങക്ക്? അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഒരിക്കലും ഒരുത്തൻ ഇങ്ങനെ പോക്കറ്റ് അടിച്ച് ജീവിക്കുന്ന ഒരുത്തണ്ടായിരുന്നു. ബസ്സിലൊക്കെ കയറിയ ആളുകളെ പോക്കറ്റ് അടിക്കുക, മാല മോഷ്ടിക്കുക, ഇതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ. ഇവനെ ഒരിക്കൽ പോലീസ് പിടിച്ച് ഇവനെ കൊണ്ടുപോകുമ്പോ ഇവന്റെ പോക്കറ്റിൽ ആരുടെയോ സ്വർണ്ണോ എന്തോ ഉണ്ട്. അപ്പം ഇവന്റെ പോക്കറ്റിൽ അത് കിടക്കണ്ട്. ഇവൻ കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ അത് അവിടെ കാണുന്നില്ല. അപ്പൊ പോലീസ് തപ്പി നോക്കുമ്പോ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് പോലീസ് വിട്ടു. പക്ഷെ ഇവൻ അതിനെ കുറിച്ച് അന്വേഷണമായി. ഇതാരാണ് കള്ളന്? എങ്ങനെ ഒരു ഭാഷയില്ലേ, എങ്ങനെ എന്താണ് കള്ളന് കഞ്ഞി വെച്ചവൻ ആരാണ്? അങ്ങനെ നോക്കുമ്പോ കണ്ടുപിടിച്ച ഒരു പെണ്ണാണ്. അപ്പം ചെറുപ്പക്കാരിയാണ് അവള്. അപ്പൊ അവസാനം ഇവനാണെ കല്യാണം കഴിച്ചില്ല. സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്ന തിരുവോണം. ഇവൻ വിചാരിച്ചു ഒരേ പ്രൊഫഷൻ ഉള്ളവര് കല്യാണം കഴിച്ചാൽ ആ പ്രൊഫഷൻ നന്നാവും. അങ്ങനെ ഒരു പ്രൊഫഷണൽ മാരേജ് ആയി രണ്ടുപേര്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവള് ഗർഭിണിയായി. അപ്പൊ മര്യാദയ്ക്ക് പ്രസവിക്കില്ല, സിസേറിയൻ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ സിസേറിയൻ ചെയ്യാൻ ഡോക്ടറും എല്ലാം വന്നു. ഡോക്ടർ സിസേറിയൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്റെ കയ്യിലുള്ള നവരത്ന മോതിരമൊക്കെ ഒരു ഭാഗത്ത് ഊരിയിട്ടു. സാധാരണ എല്ലാ ഡോക്ടർമാരും ചെയ്യുന്നതാണ്, ഗ്ലൗസ് ഇടുന്നതിന് മുമ്പ് എല്ലാ മോതിരമൊക്കെ. ഇത് കഴിഞ്ഞ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് മോതിരം കാണാനില്ല. തപ്പി മടുത്തു. നേഴ്സുമാരെയൊക്കെ ഒത്തിരി സംശയിച്ചു. നേഴ്സുമാർ പറഞ്ഞു ഇല്ല സാർ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പണിയില്ലേ. അങ്ങ് കുറെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ പ്രസവിച്ചു വന്ന കുട്ടിയുണ്ടല്ലോ, അതിങ്ങനെ കൈമുഷ്ടി, ഇങ്ങനെയല്ലേ കുട്ടികൾ കൈപിടിക്കുക. അപ്പൊ ഈ ഒരു നേഴ്സിന് സംശയം ഒന്ന് തുറന്നു, മോതിരം കിടക്കണു. കാരണം ഈ അച്ഛന്റെ അമ്മയുടെ അതേ സ്വഭാവം ഇത് ചെറുപ്പത്തിലേ തുടങ്ങിയിരിക്കുക. പാവം കുട്ടികളെ അങ്ങനെ കളിയാക്കാൻ പാടില്ല, ബേബീസിനെ. തമാശയായിട്ട് പറയാണത്. അപ്പൊ പറഞ്ഞു വരുന്നത് അതേ സ്വഭാവം. അപ്പം ഇങ്ങനെയൊക്കെ ആത്മാർത്ഥമായി പലതും ചെയ്യുമ്പോഴും ചില ചതികളിൽ വീണാൽ അതിൽ നിന്ന് പുറത്തു കടക്കൽ അത്ര എളുപ്പമല്ല. യുധിഷ്ഠിരൻ അങ്ങനെ ഒരു മാനസികമായ ഒരു വലിയ ട്രാപ്പിൽ, ഒരു കുഴിയിൽ വീണ് കിടക്കുക. ഈ യുധിഷ്ഠിരനെ സാക്ഷാൽ കൃഷ്ണനും വ്യാസഭഗവാനും ഉപദേശിച്ചു. ഈ ശ്ലോകം നിങ്ങളെല്ലാം മാർക്ക് ചെയ്ത് വെക്കണം. ഇത് വരുന്നത് 9 പ്രഥമസ്കന്ധം 9. ഇതൊക്കെ വളരെ ആവശ്യമാണ് നമുക്ക്. കാരണം ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത്തരം ശ്ലോകങ്ങൾ നമ്മുടെ കണ്ണു തുറപ്പിക്കും. 9 15 ശ്ലോകം. ഭാഗവതം നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം മാർക്ക് ചെയ്ത് വെക്കണം. പ്രഥമസ്കന്ധം 9 15 ശ്ലോകം. അവിടെ നിങ്ങൾക്ക് കാണാം, എത്ര ധർമ്മസുതോ രാജ. വായിക്കാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഞാൻ പറയുന്നത് കാണുന്നുണ്ടോ? എത്ര ധർമ്മസുതോ രാജ ഗദാപാണിർവൃഗോദര കൃഷ്ണോസ്തി ഗാന്ധീവം ശാപം സുഗത് കൃഷ്ണസ്തോ വിപത്. ഇതാണ് ശ്ലോകം. എന്താ പറയുന്നത്? ധർമ്മസുതനായ രാജാവിന് ഗദാപാണിർ വൃഗോദര, സോറി ഇതല്ല, സോറി ഈ ശ്ലോകമല്ല. ഇവിടുന്ന് 8 അധ്യായത്തില്, ഇത് 8:46, ഇത് ഭീഷ്മര് പറയുന്നതാണ്. 8:46 വ്യാസാദി ഈശ്വരേരജ്ഞേ കൃഷ്ണേനത്ഭുത കർമ്മണ പ്രബോധോ വിധിഹാസേനാ ബുദ്ധ്യത ശുചാർപ്പിത. ഇതാണ് ശ്ലോകം. 1 സ്കന്ധം 8 46 ശ്ലോകം. വ്യാസാദി എന്ന് പറഞ്ഞാൽ വ്യാസഭഗവാനും കൃഷ്ണൻ, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനും പ്രബോധോഭി പ്രബോധനം നൽകി എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങൾ നൽകി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൗൺസിലിംഗ് നൽകി. ആർക്കാണ്? ഇതാർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? യുധിഷ്ഠിരന്. അപ്പൊ കൃഷ്ണനും വ്യാസഭഗവാനും ഒക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടും നാ ബുദ്ധ്യത,
ആ യുധിഷ്ഠിരന്റെ മനസ്സിനെ അവർക്ക് ആ വിഷാദത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല. കാരണം എന്താണ്? ശുചാർപ്പിത. ആ വാക്ക് വളരെ പ്രധാനമാണ്. ശുചാർപ്പിത. ശുചാർപ്പിത എന്ന് പറഞ്ഞാൽ ശുച അർപ്പിത. ശുചം എന്ന് പറഞ്ഞാൽ ദുഃഖം. ദുഃഖത്തിൽ അർപ്പിതമായ, ദുഃഖത്തിൽ വീണ് കിടക്കുന്ന യുധിഷ്ഠിരന്റെ മനസ്സിനെ പുറത്തു കൊണ്ടുവരാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ സാക്ഷാൽ കൃഷ്ണനും വേദവ്യാസ മഹർഷിക്കും ബുദ്ധ്യത സാധിച്ചില്ല. നോക്കണം, സാക്ഷാൽ വ്യാസ ഭഗവാൻ കൗൺസിൽ ചെയ്തു, സാക്ഷാൽ കൃഷ്ണൻ കൗൺസിൽ ചെയ്തു. ആരെ? യുധിഷ്ഠിരനെ. ഭാഗവതത്തിലെ വരികളാണ്. ബുദ്ധ്യത. ബുദ്ധ്യത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ ആ ദുഃഖത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചില്ലേ. കാരണം എന്താണ്? ശുചാർപ്പിത. എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? ഒരാളുടെ മനസ്സ് അല്പം ഒരു തീവ്രമായ വാശിയില് അല്ലെങ്കിൽ അമിതമായ കുറ്റബോധത്തിൽ അവരുടെ ദുഃഖങ്ങളെ അയവിറക്കി അതിൽ തന്നെ മുറുകെ പിടിച്ചു നിന്ന് തനിക്ക് തന്റെ യുക്തിക്കനുസരിച്ച ഒരു ഉത്തരം കിട്ടാത്തോടത്തോളം കാലം അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരാൾക്കും പറയൂ സാധ്യല്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഒരു ഉത്തരം കിട്ടിയാലേ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ചില സമയത്ത് അച്ഛനും അമ്മയും മക്കളെ ഉപദേശിച്ചിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത്. കാരണം ഓരോരുത്തരുടെയും ഒരു സെൽഫ് കൺവിക്ഷൻ മറ്റൊരാളിൽ നിന്നും പറയൂ വ്യത്യസ്തമാണ്. സാക്ഷാൽ കൃഷ്ണൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കയറാൻ പറ്റിയില്ല. ആലോചിച്ച് നോക്കൂ. കൃഷ്ണൻ പറഞ്ഞിട്ടും യുധിഷ്ഠിരന്റെ മനസ്സിന് ആ ദുരിതത്തിൽ നിന്നും പുറത്തു കടക്കാൻ അവർക്ക് പറയൂ. അപ്പൊ ഒരു കാര്യം വ്യക്തല്ലേ, അവനവന്റെ മനസ്സിനെ ഉയർത്താൻ ആർക്കേ സാധിക്കുള്ളൂ? അവരവർക്കേ പറ്റുള്ളൂ. വെറുതെ അമ്പലത്തിൽ പോയി തൊഴുതു പോകരുതട്ടോ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ അമ്പലത്തിൽ പോകണം. എന്തിനാണ് അമ്പലത്തിൽ പോവേണ്ടത്, അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ശാസ്ത്രീയമായി മനസ്സിലാക്കി പോയാൽ അതൊരു കൗൺസിലിംഗ് ആവും, സെൽഫ് കൗൺസിലിംഗ് ആവും. നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ആത്മബലം രൂപപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ ആത്മബലം രൂപപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് ശരിയല്ല, ആ രീതി ശരിയല്ല. കാരണം നിങ്ങൾ വെറുതെ അമ്പലത്തിൽ പോവുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നം ഭഗവാൻ പരിഹരിക്കുന്നത്. ഇവിടെ സാക്ഷാൽ കൃഷ്ണന് പോലും യുധിഷ്ഠിരന്റെ മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ അവർക്ക് പറയൂ സാധിച്ചില്ല. കണ്ടു, വരികൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അത്തരം ശ്ലോകങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുക, ഇത് പഠിക്കുക. ഇതാണ് ഭാഗവതം. വ്യാസാത്തി ഈശ്വരേ രാജ്ഞേ കൃഷ്ണേ അത്ഭുത കർമ്മണ പ്രബോധോ വിതിഹാസൈ. ഇതിഹാസങ്ങളും മറ്റും പറഞ്ഞു കൊടുത്തു, പല കഥകളും പറഞ്ഞു കൊടുത്തു. ശുചാർപ്പിത. ശുദ്ധത്തിൽ ദുഃഖത്തിൽ അർപ്പിതമായിരിക്കുന്ന, ദുഃഖത്തിൽ മുഴുകിക്കിടക്കുന്ന, ദുഃഖത്തിൽ ഉറച്ചിരിക്കുന്ന, ആ വിഷമത്തിലും വിഷാദത്തിലും മുഴുകിക്കിടക്കുന്ന യുധിഷ്ഠിരന്റെ മനസ്സിനെ പുറത്തു കൊണ്ടുവരാൻ കൃഷ്ണനും വ്യാസനും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങള് ജീവിച്ചിരുന്ന കൃഷ്ണനെ പറ്റിയിട്ടില്ല, മനസ്സിലാവുണ്ടോ നിങ്ങക്ക്? എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ കാരുണ്യത്തോടെ സ്നേഹത്തോടെ യുധിഷ്ഠിരനെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാ കൃഷ്ണൻ കൊണ്ടുപോയത്? കൃഷ്ണൻ പ്രതീക്ഷ വിട്ടില്ല. കൃഷ്ണൻ യുധിഷ്ഠിരനെയും കൊണ്ടുപോകുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്കാണ്. കൃഷ്ണൻ 4 പ്രാവശ്യമാണ് കുരുക്ഷേത്രത്തിൽ പോയത്. 4 പ്രാവശ്യം. ഒന്ന് അർജുനന്റെ രഥവും കൊണ്ട് യുദ്ധത്തിന്, പിന്നെ 18 ദിവസം പോയി, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് 4 പ്രത്യേക സിറ്റുവേഷനിൽ പോയി, അല്ലാതെ 4 പ്രാവശ്യം പോയി എന്നല്ല. 18 ദിവസം എന്തായാലും പോണല്ലോ.
ഒരു പ്രാവശ്യം ഒന്നാമത്തെ സിറ്റുവേഷൻ യുദ്ധമാണ്, അതിന് പോയി. 2, അശ്വത്ഥാമാവിനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോയി. അശ്വത്ഥാമാവിനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോയി. 3-മത്തത് യുധിഷ്ഠിരനെ ഭീഷ്മാചാര്യടുത്തേക്ക് കൊണ്ടുപോകാൻ പോയി. 4-മത്തത് ഗാന്ധാരിയുടെയും മറ്റും കൂടെ യുദ്ധക്കളത്തിൽ നടന്ന കാര്യങ്ങൾ ഗാന്ധാരിക്ക് സഞ്ജയൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഗാന്ധാരി നിർബന്ധിച്ചു, കൃഷ്ണ കൂടെ വരണമെന്ന്. അവിടെ വെച്ചിട്ടാണ് കൃഷ്ണനെ ഗാന്ധാരി ശപിക്കുന്നതൊക്കെ. ഇങ്ങനെ ഒരു 4 സന്ദർഭത്തിൽ കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പോകും. ഇപ്പോഴിതാ ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഭീഷ്മരുടെ അടുത്തേക്ക് കൃഷ്ണൻ യുധിഷ്ഠിരനെയും കൊണ്ടുപോവുക. ആ ഭീഷ്മരെ ഈ കോലത്തിലാക്കിയതാരാ? ആ ശരത്തിന്റെ മുകളിൽ കിടത്തിയത് ആരാ? യുധിഷ്ഠിരനും കൃഷ്ണനൊക്കെ കൂടെ ചേർന്നിട്ടല്ലേ? അതിൽ തീർച്ചയായിട്ടും കൃഷ്ണനല്ലേ പങ്ക്. കാരണം ഭീഷ്മരുടെ മുന്നിലേക്ക് ശിഖണ്ഡിയെ വിട്ടത് കൃഷ്ണനാണ്. നല്ലോണം ഭീഷ്മർക്കറിയാം. അർജുനനെ കൊണ്ട് തന്റെ പുറത്ത് ഭീരുക്കളെ പോലെ അമ്പയിച്ചതും അർജുനൻ ചെയ്യില്ലായിരുന്നു. അർജുനൻ പറഞ്ഞു, കൃഷ്ണ എന്താ പറയുന്നത്? ക്ഷത്രിയന് ചേർന്ന പണിയാണോ ഞാൻ ചെയ്യുന്നത്? അതായത് തന്റെ ശത്രു തിരിഞ്ഞു നിൽക്കുമ്പോ പുറത്തു നിന്ന് അമ്പിയ എന്ന് പറയുന്നത് ക്ഷത്രിയന്മാർക്ക് ഒരിക്കലും ചേർന്ന പ്രവൃത്തിയല്ലത്. അർജുനൻ നിഷേധിച്ചു ആദ്യം. കൃഷ്ണൻ പറഞ്ഞു, പിന്നെ ഭീഷ്മരെ തിരിഞ്ഞു നിന്നാൽ നിന്റെ കാര്യം തീരുമാനിക്കും. അതിനുള്ള കരുത്തും കഴിവും ഇല്ലേ അർജുന നിനക്ക്? അല്ലാതെ നീ പ്രസംഗിച്ചിരിക്കരുത്. മനസ്സിലായില്ലേ? കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ പാണ്ഡവർക്ക് ഒരിക്കലും ആ യുദ്ധം ജയിക്കാൻ പറ്റില്ല. കാരണം ഇവരൊന്നും തോൽപ്പിക്കൽ അത്ര എളുപ്പമായിരുന്നില്ല. അവരുടെയൊക്കെ ദൗർബല്യങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് പാണ്ഡവർക്ക് കൃഷ്ണൻ ആ യുദ്ധം ജയിക്കാനുള്ള വഴി ഒരുക്കി കൊടുത്തത്, അല്ലേ? ആണോ? ഇവിടെ ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് എത്തുന്നു കൃഷ്ണനും യുധിഷ്ഠിരനും. പാഞ്ചാലിയൊക്കെ ഉണ്ട് കൂടെ, എല്ലാവരും ഉണ്ട്. എല്ലാവരും പറഞ്ഞു ഞങ്ങളും വരുന്നു. അവരെ കണ്ടതും ഭീഷ്മരാണെങ്കിൽ ശരത്തിന്റെ മുകളിൽ കിടക്കുകയാണ്. കൃഷ്ണൻ എത്തി എന്നത് കേട്ടതും കണ്ണിൽ നിന്ന് ധാരധാരധാരയായിട്ടങ്ങനെ കണ്ണുനീര്. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാനും വന്നിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങി. യുധിഷ്ഠിരനും കരഞ്ഞു. യുധിഷ്ഠിരൻ കരുതിയത് ഭീഷ്മര് കരയുന്നത് ഒന്ന് കുത്തിക്കീറുന്ന ശരത്തിന്റെ വേദന, വേറെ വശത്ത് പാണ്ഡവന്മാര് തന്നോട് കാണിച്ച ഈ ചതിയെ, വഞ്ചനയെ ഓർത്തൊക്കെ ആയിരിക്കാം ഇദ്ദേഹം കരയുന്നത്. പക്ഷേ ഭീഷ്മര് കരയുന്നത് ഇതിനൊന്നും ആയിരുന്നില്ല. ഭീഷ്മര് കരഞ്ഞത് യുധിഷ്ഠിരനോട് പറയാണ്, കഷ്ടം എന്റെ യുധിഷ്ഠിര, നിന്നെപ്പോലെ ഭാഗ്യമുള്ളവനും ഭാഗ്യമില്ലാത്തവനും ഇന്ന് ഭൂമിയിലുണ്ടോ? എന്താ നിന്റെ ഭാഗ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം നിനക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് ആ ഭാഗ്യം? സുഹൃത് കൃഷ്ണ നിങ്ങളുടെ കൂടെ നിഴലായി നടക്കുന്നു. ആര്? സാക്ഷാൽ കൃഷ്ണൻ. പക്ഷെ നിങ്ങളുടെ ഭാഗ്യക്കേട് എന്താ അറിയോ? ആ കൃഷ്ണനെ പ്രയോജനപ്പെടുത്താനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലാതെ പോയി, അതിനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതെ പോയി. കൃഷ്ണനെ നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ല. എങ്ങനെയാ നമ്മൾ കൃഷ്ണനെ കാണേണ്ടത്? കൃഷ്ണനെ നമ്മൾ കാണേണ്ടിയിരുന്നത്, ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം, ദൈവമായിട്ടായിരുന്നില്ല. നമ്മൾ ഹിന്ദുക്കൾ വലിയൊരു തെറ്റിലാണ് ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. കൃഷ്ണനെ ഒരു ദൈവമായി കാണുമ്പോഴാണ് അന്ധവിശ്വാസങ്ങളിലേക്ക് വീണു പോകുന്നത്. കൃഷ്ണനെ കാണേണ്ടത് ആരായിട്ട് കാണേണ്ടിയിരുന്നു? കൃഷ്ണനെ കാണേണ്ടത്, നിങ്ങൾ അതിനാണ് ഭാഗവതമൊക്കെ പഠിക്കണമെന്ന് പറയുന്നത്. ഭാഗവതത്തിൽ
ഒന്നാം വോള്യത്തിന്റെ, നിങ്ങളെയൊക്കെ ഒറ്റ വോള്യം, 2 വോള്യം അല്ലേ ഭാഗവതം കംപ്ലീറ്റ് അല്ലേ? അതില് ഒന്നാമത്തെ വോള്യം അവസാനിക്കുന്നത് 7-ാം സ്കന്ധം 15-ാമത്തെ. അതില് 76-ാമത് ശ്ലോകം എടുക്കുക. ലാസ്റ്റ് പേജിൽ കാണാം 76-ാമത് ശ്ലോകം. ഇതൊന്ന് ശ്രദ്ധിച്ചു പഠിക്കണം. കൃഷ്ണനെ എങ്ങനെ കാണണം? ഇത് നാരദ മഹർഷി പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകമാണ്. ഇതൊക്കെ പിന്നീടാണ്, യുദ്ധത്തിന് ശേഷമാണ്. പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകം. കൃഷ്ണനെ എങ്ങനെ കാണണം? ഒന്നാം വോള്യത്തിന്റെ ലാസ്റ്റ് പേജ് 76-ാം ശ്ലോകം. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? എങ്ങനെ കാണാൻ പറയുന്നത്? സവാ അയം ബ്രഹ്മ മഹദ്ഭ്രമജ്ഞം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയസുഖത്വാകനുമാതുലേയ ആത്മാർഹണീയോ വിധിഗത് കുരുശ്ച. എന്താ പറയുന്നത്? ഏയ് പാണ്ഡവരെ, നിങ്ങൾ ഈ കൃഷ്ണനെ കാണുന്നത് പ്രിയനായും സുഹൃത്തായും ദൈവമായും, അതായത് കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു ആളായി കൃഷ്ണനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമേ ഉള്ളൂ. കാര്യം നടത്തിത്തരുന്ന ദൈവരൂപത്തിലല്ല ആരെ കാണേണ്ടത്? പറയൂ ഉറക്കെ. കൃഷ്ണനെ കാണേണ്ടത് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയം ചെയ്തു തരുന്ന സുഹൃത്തായിട്ടും ദൈവമായിട്ടും അമ്മാവനൊക്കെയായിട്ടും കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണ്. പിന്നെ എങ്ങനെ കാണണം? ആത്മാർഹണീയോ വിധികൃത് ഗുരുശ്ച. എങ്ങനെ കാണണം? ദൈവമായി കാണാനല്ല പഠിപ്പിക്കുന്നത്. ആരെ കാണണം? നോക്കൂ, ശ്ലോകം നോക്കൂ നിങ്ങള്. ഇതൊക്കെ പഠിക്കണം നമ്മള്. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വഴി തെറ്റിക്കരുത് കുട്ടികളെ. ദൈവമായി കാണാനല്ല ഭാഗവതം പഠിപ്പിക്കുന്നത്. വിധികൃത് ഗുരുശ്ച. ആരായിട്ട് കാണണം? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണനെ നിങ്ങൾ ഉപാസിക്കുന്നത് കേവലം ഒരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ നാമം ചൊല്ലിയ മാത്രം പോരാ. കൃഷ്ണൻ തന്ന ഉപദേശം നിങ്ങൾ പഠിക്കണം. ഗീത പഠിക്കണം. ഗീത പഠിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുക കൃഷ്ണൻ എന്താ പറയുന്നത് എന്നുള്ളത്? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കൃഷ്ണൻ നമ്മളെ പടിപടിയായി മാനസികമായി ഉയർത്താനുള്ള വഴികളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പടിപടിയായി ഉയരാനുള്ള മാർഗങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ഗീതയും മറ്റും നമ്മളൊന്ന് വായിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടത്. നമ്മൾ ഹിന്ദുക്കൾ അതൊന്നും പഠിച്ചില്ല വാസം. നമ്മൾ അതിന് പകരം കൃഷ്ണനെ ദൈവമായി കണ്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടാക്കി. നമുക്ക് പ്രാർത്ഥനയായിരുന്നില്ല വേണ്ടത്, നമുക്ക് പരിശീലനമായിരുന്നു വേണ്ടത്. എന്തായിരുന്നു? ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് നാമ പരിശീലനമായിരുന്നു. എന്ത് പരിശീലനം ഒക്കെ പറയൂ? നാമപരിശീലനം. ഇതാണ് ഇവിടെ ഭീഷ്മാചാര്യൻ പറയുന്നത്. കഷ്ടം, കൃഷ്ണനെ കേവലം കാര്യത്തിനായി കൊണ്ടു നടന്ന് ഇന്ന് തളരേണ്ട ഗതികേട് വന്നില്ലേ? പിന്നെ അവിടെ വെച്ച് അങ്ങോട്ട് ഉപദേശിക്കുകയാണ്. യുധിഷ്ഠിര, ഇരുന്ന് കരഞ്ഞതുകൊണ്ട് ജീവിതം നേരെയാക്കാന്ന് വിചാരിക്കണ്ട. കരഞ്ഞതുകൊണ്ട് ജീവിതം നേരെയാക്കാൻ പറ്റില്ല. കഴിഞ്ഞ തൊട്ട് ഇനി നിങ്ങൾക്ക് ആർക്കും മാറ്റിയെടുക്കാനും സാധ്യമല്ല. കുറ്റബോധങ്ങളും വിഷമങ്ങളും വേദനകളും അയവിറക്കിയാൽ, ശ്രദ്ധിക്കുക എന്താ പറയുന്നത്? നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധങ്ങളും വിഷമങ്ങളും വേദനകളും നിങ്ങൾ ആവർത്തിച്ച് അയവിറക്കിക്കൊണ്ടാൽ എന്താ സംഭവിക്കുക അറിയോ? ദുരിതങ്ങൾ ഒന്നിനു പുറകിൽ ഒന്ന് വരും. കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? മനസ്സിന് കർമ്മങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഭൂമിക്ക് ഭൂഗുരുത്വാകർഷണമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചു. പക്ഷെ മനുഷ്യന്റെ മനസ്സിനും ആകർഷണമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചില്ല. നമ്മള് ടൗണിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പലതും വിൽക്കുന്ന സ്ഥലത്തൊക്കെ തലയിട്ട് നോക്കൂ.
കണ്ണെത്തി നോക്കുവോ? ഇല്ല. നോക്കുവോ? എന്തോ ഒന്നും മിണ്ടാത്തത്. ഒരു സാരി എടുത്താൽ ഒരു സാരി ഫ്രീ. ചാടി കയറുവോ? ചാടി കയറുവോ? ഇല്ല. നോക്കുവോ? നോക്കും. അപ്പൊ മനസ്സിന് ആകർഷണമുണ്ട്. എന്തുണ്ട്? മനസ്സിന് ആകർഷണമുണ്ട്. മനസ്സ് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഉച്ച സമയത്ത് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. വിശപ്പങ്ങോട്ട് തലയിൽ കയറി കഴിഞ്ഞാൽ മനസ്സ് ഭക്ഷണത്തിലേക്ക് ആകർഷിക്കും, അല്ലേ? ഒരു മഞ്ഞ നിറത്തിൽ ഒരു ചെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ണം വഴിയിൽ കടന്നാൽ അതങ്ങോട്ട് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകാൻ തോന്നുമോ? മൈൻഡ് ചെയ്യാതെ പോവാൻ തോന്നുമോ? തോന്നും. മിണ്ടാത്ത നിങ്ങള് തോന്നുമോ? എന്ത് ചെയ്യും? എടുത്തു നോക്കും, എടുത്തു നോക്കും, എടുത്തു നോക്കും. അപ്പൊ മനസ്സിന് ആകർഷണമുണ്ട്. എന്തുണ്ട്? ആകർഷണമുണ്ട്. പ്രേമെന്ന് പറയുന്നത് എന്താ? പ്രേമെന്ന് പറയുന്നാൽ എന്താണ്? അതൊരു ആകർഷണം. അപ്പൊ മനസ്സ് ആകർഷിക്കുന്നു. ശ്രദ്ധിക്കുക, എപ്രകാരമാണോ അതിൻ്റെ ചിന്തകൾ അപ്രകാരം അത് ആകർഷിക്കും. അതുകൊണ്ടാണ് ചിലർക്ക് ദുരിതം ഒഴിഞ്ഞു മാറാത്തത്. യേ യഥാ മാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യഹം. നിങ്ങൾ എപ്രകാരമുള്ള മനസ്സ് കൊണ്ടു നടക്കുന്നു അപ്രകാരം തന്നെ നിങ്ങൾക്ക് അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലര് നന്നാവാത്തതിന്റെ കാരണം എന്താണ്? എന്നും ഇല്ലായ്മയും പോരായ്മയും ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ തന്നെ അനുഭവങ്ങൾ അടുക്കി വരും. കാരണം മനസ്സത്തരം ദുർബലതകളെ ആകർഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങളിനി എത്ര അമ്പലങ്ങളിൽ ചെന്ന് ദുരിതം മാറണമെന്ന് പ്രാർത്ഥിച്ചാലും മനസ്സിലെ ചിന്തകൾ മാറ്റാത്തോടത്തോളം കാലം ദുരിതങ്ങളെ മാറ്റാൻ ഒരാൾക്കും പറയൂ സാധ്യല്ല. ദുരിതം മാറണ്ടേ? ദുഃഖം മാറണ്ടേ? വേണോ? എങ്ങനെയാ മാറ്റുക? ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും മനസ്സിൽ നിന്ന് മാറ്റാൻ യുധിഷ്ഠിര ഒരു വഴിയുള്ളൂ. യസ്യ സ്മരണമത്രേണ ജന്മസംസാരബന്ധനാൽ വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ യസ്യ സ്മരണമത്രേണ ജന്മസംസാരബന്ധനാൽ വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എന്താ വേണ്ടത്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനം. യുധിഷ്ഠിര, നീ പ്രയത്നിച്ചാൽ നിന്റെ ഉള്ളിലുള്ള ഈ ദുരിത ദുഃഖങ്ങളെ മാറ്റാം. ദുരിത ദുഃഖങ്ങളിൽ നിന്ന് നിന്റെ മനസ്സ് മാറിയാൽ നിന്റെ പിതൃക്കൾക്ക് പോലും അതുകൊണ്ട് അനുഗ്രഹമാണ്.